തീർച്ചയായിട്ടും 100% തെറ്റിദ്ധരിക്കരുത്. റിപ്പോർട്ടറിൻ്റെ അരുൺകുമാറിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. അത്ര മ്ലേച്ഛമായിട്ട് എന്നെ അറിയാതെ പറയരുത് കേട്ടോ. എനിക്ക് അദ്ദേഹത്തിനോട് ഏറ്റവും കൂടുതൽ പറയാം, വേറെ ആരോടും അല്ല, ഇദ്ദേഹത്തോടാണ്. എന്താ ആവേശമാണെന്ന് നോക്കി. ഈ നാട്ടിലെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ എന്നെ അറിയില്ലായിരിക്കും, ഞാനൊരു കൊച്ചു സ്ഥലത്തുള്ള ആളല്ലേ, നമ്മളൊരു വലിയ ആളല്ലല്ലോ. പക്ഷേ ഈ നാട്ടിലെ, ഞാൻ പ്രതിനിധീകരിച്ച നാട്ടിലെ മുഴുവൻ ആൾക്കാരെ ഒരു രാഷ്ട്രീയം നോക്കാതെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ സാധിക്കുന്നത് ചെയ്യാൻ എന്നും ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു അധികാരവും ഇല്ലാഞ്ഞിട്ടും ഞാൻ എൻ്റെ വക്കീലാഫീസിൽ വരുന്നവരോടും അതുപോലെ പല കാര്യങ്ങളായിട്ട് വരുന്നവരോടും എനിക്കുള്ള പരിചയം വെച്ച് ഞാൻ ഇപ്പോഴും സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങൾക്കറിയാം, നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും. അവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങൾ അന്വേഷിച്ചോ, അവരായിരുന്നു എൻ്റെ PR വർക്ക് എന്ന് പറയില്ല, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പബ്ലിക്കിലേക്ക് എത്തിച്ചത് അവിടുത്തെ കൊട്ടാരക്കരയിലുള്ള മാധ്യമങ്ങളാണ്. എനിക്ക് അവരെ റിപ്പോർട്ടർ ഉൾപ്പെടെ ഉണ്ടായിരിക്കാം, എന്നാലും അരുൺകുമാർ അദ്ദേഹം അല്ലല്ലോ, ബാക്കി നേരിട്ട് അറിയാവുന്നവരുണ്ടല്ലോ. അപ്പം രാഷ്ട്രീയം നോക്കാതെ കഴിയാവുന്ന ഞാൻ എന്നും ജീവനുള്ളിടത്തോളം ഒരു പൊതുപ്രവർത്തകയായിട്ട് ഞാൻ എല്ലാം പഠിത്തപ്പോഴും എന്നെ കൈപിടിച്ച് കൊണ്ടുവരാൻ 100 കണക്കിന് പേര് രാഷ്ട്രീയം ഇല്ലാത്തവർ വരെ എന്നെ അഡ്വൈസ് ചെയ്തു. ഇങ്ങനെ ഓഫീസിലേക്ക് ഒരു വക്കീലായിട്ട് പഴയ പോലെ പോകേണ്ട ആളല്ല എന്ന് സത്യം പറയുന്നത്. അപ്പോൾ അത് എന്തായാലും വേറൊന്നും ഉദ്ദേശമല്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സമൂഹത്തോടൊപ്പം നിൽക്കണം എന്നെനിക്ക് തോന്നി. എനിക്ക് വേറെ ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് ഒക്കാവുന്ന അത്രയും വർക്ക് മനുഷ്യരോടൊപ്പം നിന്ന് തീർച്ചയായിട്ടും ചെയ്യും, ഒക്കാവുന്നിടത്തോളം. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തിനു വിഷമിക്കുന്നത്? എനിക്ക് ചേരുന്ന പേരല്ലത്. കാരണം എനിക്ക് ആദ്യമൊക്കെ MLA ഒക്കെ ആയപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം. ആദ്യ സമയം ജയിച്ചു വന്നപ്പോൾ വളരെ മോശമായിട്ട് ആ ചന്തമുക്കിലൊക്കെ ഒരു വലിയ നേതാവ് പ്രസംഗിച്ച് ആ നാട് മുഴുവൻ കേട്ടോണ്ടിരുന്നു. ആ കേട്ടതിൽ 1-2 പേര് ഇവിടെയും കാണും ചിലപ്പോൾ. എന്തും മ്ലേച്ഛമായിട്ട് അന്ന് എനിക്ക് സങ്കടമൊക്കെ വന്നായിരുന്നു. കാരണം എൻ്റെ കുടുംബത്തിലൊന്നും ഇത് കേട്ടിട്ടില്ല. ഞങ്ങൾ വളരെ പുരാതനമായിട്ട് വളരെ ഇങ്ങനെയുള്ള ഭാഷയൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ഞാനും വേറൊരു യോഗം വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ആ പറഞ്ഞ ആളിൻ്റെ കുടുംബത്തിന് ചേരുന്നതാണ്, എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഭാഷയൊന്നും, തീർച്ചയായിട്ടും അദ്ദേഹം തിരുത്തട്ടെ എന്ന്. ഈ സൈബർ ആക്രമണത്തോടും അത്ര ഞാൻ നോക്കാറേ ഇല്ല. ഞാൻ ഈ സൈബർ മേഖലയിൽ വരുന്ന എന്താണെന്ന് നോക്കാൻ എന്തോ വേണേലും പറഞ്ഞോട്ടെ, എന്നെ ബന്ധിക്കത്തില്ല. അത് ഞാനല്ല, എന്നെപ്പറ്റി അല്ല റിപ്പോർട്ടറിലെ അരുൺകുമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്, എന്നെപ്പറ്റി നിങ്ങൾ നാട്ടിൽ അന്വേഷിച്ചാലേ ഐഷ പോറ്റി അധികാരമോഹിയാണോ അല്ലയോ എന്നുള്ള ഈ നാട്ടിലെ ജനം പറയും. ഞാൻ ഒരിക്കലും വേറെ ഒന്നുകൊണ്ടും പറയില്ല, സന്തോഷത്തോടെ സമാധാനത്തോടെ പറയും. ഒന്ന് അന്വേഷിച്ചോട്ടെ, അത്രയേ ഉള്ളൂ.